ഹായ് മച്ചാന്മാരെ, നമസ്കാരം. അപ്പോൾ നമ്മൾ F1 അർബൻ F1ൻ്റെ ഒരു ആക്യുറസി ടെസ്റ്റാണ് നോക്കുന്നത് കേട്ടോ. അതായത് 20 മീറ്റർ ദൂരത്തിൽ നമ്മൾ ബോർഡ് വെച്ച് സെറ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ആക്യുറസി ടെസ്റ്റ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഹലോ മച്ചാന്മാരെ, നമസ്കാരം. അപ്പോൾ നമ്മളൊന്ന് എക്സാറ്റിൻ്റെ ഒരു 13.43 ഗ്രെയിൻ ബെല്ലറ്റ് ഇട്ടിട്ടാണ് നമ്മൾ F1 എന്ന് പറയുന്ന ഗണ്ണിൻ്റെ ഒരു ആക്യുറസി നോക്കുകയാണ്. ബുഷ്നെലിൻ്റെ 3x9 40 ആണ് സ്കോപ്പ്. അത്ര വലിയൊരു ഗുണമൊന്നുമില്ല, ഒരു പഴയ സ്കോപ്പാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ തൽക്കാലം നമുക്കൊരു 20 മീറ്ററേ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നിന്നാണ് നമ്മൾ ചെയ്യുന്നത്. 20 മീറ്ററിൽ നമ്മൾ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ബോർഡൊന്ന് പോയി നോക്കാം. നമ്മൾ ബോർഡ് ഇങ്ങനെ ചെറിയൊരു ഡോട്ട് ഇട്ടിട്ട്, ഒരു പെല്ലറ്റിൻ്റെ വലിപ്പത്തിന് ഒരു ഡോട്ട് ഇട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ നിന്ന് നമ്മൾ ഷൂട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. മഴയായതുകൊണ്ട് നമുക്ക് ക്യാമറ 2 വെക്കാൻ പറ്റില്ല. അപ്പോൾ പഴയ മോഡലൊന്നും ചെയ്യലിപ്പോൾ നടക്കില്ല. അപ്പോൾ നമ്മൾ 200 ബാർ ഫില്ല് ചെയ്തിട്ടാണ് കേട്ടോ അത് ടെസ്റ്റ് ചെയ്യുന്നത്. മറ്റന്മാരെ ക്യാമറയൊക്കെ നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വെച്ചിരിക്കുക, സ്റ്റാൻഡൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ഒരു ആക്യുറസി ടെസ്റ്റ് കാണാൻ വേണ്ടി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തിരക്കാക്കാം. നമ്മൾ മഴയുമാണ്, ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. എങ്കിലും നമ്മൾ മാക്സിമം ഇത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. ഒരു 4 പെല്ലറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ മൗണ്ട് മാഗസിൻ യൂസ് ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഈ സ്കോപ്പിൻ്റെ മൗണ്ട് ഹൈറ്റ് കുറവായതുകൊണ്ട് നമുക്ക് മാഗസിൻ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സിംഗിൾ പെല്ലറ്റ് ഇട്ടിട്ടാണ് നമ്മൾ ട്രേ ഉപയോഗിച്ചിട്ടാണ് അടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വാങ്ങുന്ന സമയത്ത്, സ്കോപ്പ് വാങ്ങുന്ന സമയത്ത് ഹൈറ്റ് കൂടിയ മൗണ്ട് വാങ്ങേണ്ടി വരും. എന്നാലേ അതിന് നമുക്ക് സ്കോപ്പ് അറ്റാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം, ഒരു 4 പെല്ലറ്റിൻ്റെ റിസൾട്ട് എന്താണെന്ന് നോക്കാം. PXനെ അപേക്ഷിച്ച് അതേ ഒരു എഫക്റ്റ് കാണിക്കുന്നുണ്ട്. എന്തായാലും അത്യാവശ്യം അതേ പവർ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വലിയ മോശമില്ല റിസൾട്ട്. നമുക്ക് എന്തായാലും ഇത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാം. സ്കോപ്പ് അത്ര ഗുണം പോരാ. ഇതിൻ്റെ ഹൈ വിഷൻ ഒന്നും നമുക്ക് തിരിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനുള്ള സ്കോപ്പല്ല, പഴയ മോഡലാണ്. അതുകൊണ്ട് നമുക്ക് വ്യൂ ഒന്നും അത്ര കറക്റ്റായിട്ട് കിട്ടുന്നില്ല. ഇത് നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്കൊന്ന് പോയി നോക്കാം, അതിൻ്റെ റിസൾട്ട് എങ്ങനെ ഉണ്ട് നോക്കാം. ഓക്കെ, നമുക്ക് കട്ട് ചെയ്യാതെ തന്നെ പോയി കളയാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്കും അതുപോലെ നമ്മുടെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഗുണം ആവട്ടെ എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. എന്തായാലും ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കാണിച്ചു തരിക എന്നുള്ളത് അറിയില്ല. അതായത് കടലാസ് മൊത്തം പൊളിഞ്ഞു പോയി സംഭവം. നമ്മളിപ്പോൾ അത് എങ്ങനെയൊന്ന് സൂം ചെയ്യാമെന്ന് പറയാൻ പറ്റുന്നില്ല. അത് നമുക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്ററിൻ്റെ ഉള്ളിലാട്ടോ, 1 സെൻറ്റിമീറ്ററിൻ്റെ ഉള്ളിലാണ് കിട്ടിയിരിക്കുന്നത്. കണ്ടില്ലേ, എങ്ങനെ നോക്കിയാലും നമുക്ക് 1 സെൻറ്റിമീറ്ററിൻ്റെ ഉള്ളിൽ കിട്ടുന്നുണ്ട്. ഒരു എന്താ പറയുക, നല്ല അടിപൊളി റിസൾട്ട് എന്ന് തന്നെ പറയാം. നമുക്ക് 20 മീറ്ററിലാണ് കേട്ടോ പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഒരു 30 മീറ്ററിൽ നോക്കണമെങ്കിൽ നമുക്ക് നല്ല സ്കോപ്പും കാര്യങ്ങളൊക്കെ വേണം, എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും
പിന്നെ VX പോലെ തന്നെ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു ഗണ്ണാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഫാൾട്ട് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ബാക്ക് സൈറ്റ് ഇല്ല, ഫ്രണ്ട് സൈറ്റ് മാത്രമേ ഉള്ളൂ. സ്കോപ്പ് യൂസ് ചെയ്യുന്നവർക്ക് സുഖമാണ്, അല്ലാത്തവർക്ക് ഫ്രണ്ട് സൈറ്റ് നോക്കി അടിക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. എന്തായാലും നിങ്ങൾക്ക് ഞാനിത് സജസ്റ്റ് ചെയ്യുകയാണ്.